PVS കോളേജിലെ അവിടുത്തെ മീഡിയ ലാബും സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് വേണ്ടി പോണ കഥയാണ് ഇന്ന് ഇവിടെ പറയുന്നത്. അവിടുത്തെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടിയായിട്ടാണ് പോകുന്നത്. നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലീക്ക അവിടുത്തെ അധ്യാപകനാണ്. മൂപ്പര് വിളിച്ചിട്ടാണ് അപ്പോൾ അവിടെ പോണത്. ഞാൻ 8, 9, 10 പഠിച്ച സ്കൂൾ കാണണോ, മൊറയൂർ സ്കൂൾ ഇതാകണം വലത് ഭാഗത്ത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോവുകയാണ്. നമ്മുടെ ദേശീയപാത ടോൾ പിരിവൊക്കെ തുടങ്ങി എന്നുള്ള കാര്യം പറയട്ടെ. പന്തിരങ്കാവ് ഒരു ആഴ്ചയായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും PVS കോളേജിൽ നേരെ കയറി ആദ്യം തന്നെ ചായയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നു. പ്രിൻസിപ്പൾ സൂപ്പറായി നമ്മളെ സൽക്കരിച്ചു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അക്കാഡമിക് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നേരെ നമ്മളെ പരിപാടി തുടങ്ങിയിട്ടോ. പരിപാടി അതിഗംഭീരമായിട്ട് പന്തലൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ട് ഇതാണ് അവിടുത്തെ മക്കൾ. ഞാൻ ഏറ്റവും വലിയൊരു തമാശ പറട്ടെ, പച്ചക്കുപ്പായിട്ട് പോയി അവിടുത്തെ യൂണിഫോം പച്ചയായി എന്നുള്ളൊരു സങ്കടം പറയാനുണ്ട്. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങി. അലീക്ക് സ്വാഗതം പറഞ്ഞു. അതിനുശേഷം പ്രിൻസിപ്പൾ അധ്യക്ഷത വഹിച്ചു. എന്നെ പിന്നീട് ഉദ്ഘാടകനായിട്ട് സ്റ്റേജിൽ വിളിച്ചു. നമ്മൾ ഓൺലൈനായിട്ട് ഉദ്ഘാടനം നടന്നു. അതിൻ്റെ മുകളിലാണ് സ്റ്റുഡിയോ. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പോയി കാണാമെന്ന് പറഞ്ഞു. കയ്യൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി. ഇതാണ് പച്ചക്കുപ്പായും പച്ച ഗസ്റ്റിനെയും കണ്ടല്ലോ എല്ലാവരും. ശേഷം ഞങ്ങൾ നേരെ അവിടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടുകാർ പറഞ്ഞു തന്നു. എല്ലാവരും കൂടി നല്ല വീഡിയോ എടുത്തു. സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അവിടുത്തെ കുട്ടികൾ, ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ്റെ കുട്ടികൾ അതിഗംഭീരമായിട്ട് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരുമാണ് അവിടുത്തെ അധ്യാപകർ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്ന് അതിഗംഭീരമാക്കിയിട്ട് പരിപാടി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇനി പിന്നെ കാണാം കേട്ടോ. 4